ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ +1 ഫിസിക്സ് യൂണിറ്റ് 10 ഓസിലേഷൻസ് ആൻഡ് വേവ്സ് എന്നുള്ള ടോപ്പിക്കിൽ വേവ്സ് എന്നുള്ള പോർഷനിൽ ലാസ്റ്റ് രണ്ട് ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതോടെ നമ്മുടെ ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആക്കാൻ പോവുകയാണ്. ഓക്കെ, സോ ബീറ്റ്സ് അതുപോലെ തന്നെ ഡോപ്ലർ എഫക്റ്റ്, ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബീറ്റ്സ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇപ്പൊ ബീറ്റ്സ് എന്ന് പറഞ്ഞാലാണ് ഒരു റെഗുലർ ആയിട്ട് ഒരു വേരിയേഷൻ വരികയാണ്. ആ ഒരു ഇന്റൻസിറ്റി ഓഫ് സൗണ്ടിന്റെ റെഗുലർ വേരിയേഷൻ വരികയാണ്. അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ആ ഒരു ടൈമിനനുസരിച്ചും അതുപോലെ തന്നെ ആ രണ്ട് വേവുകൾ തമ്മിലുണ്ടാവുന്ന സൂപ്പർ പൊസിഷൻ, അതിന്റെ പൊസിഷൻ, പർട്ടിക്കുലർ പൊസിഷൻ അനുസരിച്ചും ആ ഒരു വേവ് ഇന്റൻസിറ്റിയിൽ വേരിയേഷൻ റെഗുലർ ആയിട്ട് വരുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ ബീറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് അതിന്റെ ഫ്രീക്വൻസിയിൽ ചെറിയൊരു വേരിയേഷൻസും കാണിക്കുന്നുണ്ടാകും. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ബീറ്റ്സ് എന്ന് പറയുന്നത്. അതായത് the phenomenon of regular variation in intensity of sound. സൗണ്ടിന്റെ ഇന്റൻസിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു റെഗുലർ വേരിയേഷൻ ആണ്. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ടൈമിനെ ബേസ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഉണ്ടാവും. ഓക്കെ, ആ ഒരു പൊസിഷനിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ആണ്. അത് എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്? ആ രണ്ട് വേവുകൾ തമ്മിൽ ഉണ്ടാകുന്ന സൂപ്പർ പൊസിഷൻ. ഓക്കെ, ആ ഒരു ചെറിയ ഡിഫറെന്റ് ഫ്രീക്വൻസീസിലുള്ള രണ്ട് വേവുകൾ തമ്മിലുണ്ടാകുന്ന ആ ഒരു സൂപ്പർ പൊസിഷൻ കാരണം ഉണ്ടാകുന്ന ഒരു പെർട്ടിക്കുലർ പൊസിഷൻ കാരണം ടൈമിനനുസരിച്ച് ആ ഒരു റെഗുലർ വേരിയേഷൻ ഓഫ് ഇന്റൻസിറ്റി ഒരു സൗണ്ടിൽ ഉണ്ടാകുന്നുവെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ബീറ്റ്സ് എന്ന് പറയാം. ഓക്കെ, അതാണ് ബീറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ രണ്ട് വേവ്സ് കൺസിഡർ ചെയ്യാണ്. y1 is equal to a sin ω1t, അതുപോലെ തന്നെ y2 is equal to a sin ω2t ആണ്. അപ്പൊ ഈ ω1 ന് വരെ എനിക്ക് എന്ത് കൊടുത്തു? 2πf എന്നുള്ളത് കൊടുത്തു ഞാൻ. സോ a sin 2πf1t, അതുപോലെ തന്നെ a sin 2πf2t. അപ്പൊ നമ്മൾ പറഞ്ഞു ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടാകും അവയുടെ ഫ്രീക്വൻസീസ്. അതുകൊണ്ടാണ് ഞാൻ f1 f2 എന്നുള്ള പേരിൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അതിന്റെ ഫൈനൽ വരുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ ഒരു സൂപ്പർ പൊസിഷന്റെ റിസൾട്ട് ആയിട്ട് വരുന്നത് എന്തായിരിക്കും? നമുക്ക് 2a cos pi f1 minus f2 into t sin pi f1 plus f2 into t. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു റിസൾട്ടന്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ബീറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു റിക്വയർഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദെൻ നമ്മൾ നോക്കുന്നത് ബീറ്റ് ഫ്രീക്വൻസി എന്താണെന്ന് നോക്കാം. സോ എഫ് ബീറ്റ് ഫ്രീക്വൻസി is equal to the difference between the two frequencies, that is f1 minus f2. ഞാൻ പറഞ്ഞു രണ്ട് വേവ്സിൽ നമുക്ക് ഫ്രീക്വൻസി ഡിഫറൻസ് ഉണ്ടാകും. ആ ഫ്രീക്വൻസി ഡിഫറൻസ് ആണ് നമ്മുടെ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബീറ്റ് പീരീഡ് എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ്, നമുക്കറിയാം ടൈം പീരീഡും ഫ്രീക്വൻസി എങ്ങനെയാണ്? ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ടി ഈസ് ഈക്വൽ ടു 1/f ആണ്. അപ്പൊ ബീറ്റ് പീരീഡ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ എന്താണ്? ടി ഈസ് ഈക്വൽ ടു 1 ബീറ്റ് ഫ്രീക്വൻസി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/f1 മൈനസ് f2 ആണ് നമുക്ക് കിട്ടുന്ന ബീറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ബീറ്റ്സിൽ വരുന്ന കുറച്ച് ടെർമിനോളജികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ വാക്സിംഗ്. വാക്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മാക്സിമം വാല്യൂ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ബീറ്റ്. ഒരു ബീറ്റിൽ ഉണ്ടാകുന്ന മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു വാല്യൂ, മാക്സിമം വാല്യൂ ഓഫ് ആംപ്ലിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാക്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വെയിനിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മിനിമം ആയിരിക്കും, ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദ വാക്സിംഗ്. അതായത് ആംപ്ലിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന ഒരു മിനിമം, ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു ആംപ്ലിറ്റ്യൂഡ് വാല്യൂ ആണ് ആ ഒരു ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഏറ്റവും മിനിമം ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പീരീഡ്സ് ഓഫ് ബീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മാക്സിമം കോൾഡ് വാക്സിംഗ്, അതുപോലെ തന്നെ മിനിമത്തിന് നമ്മൾ പറയുന്നത് വെയിനിങ് ആണ്. അപ്പൊ ആ അവർ തമ്മിലുണ്ടാകുന്ന കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന രണ്ട് വാക്സിംഗ് അതല്ലെങ്കിൽ രണ്ട് ഇതായിട്ട് വരുന്ന വെയിനിങ് തമ്മിലുണ്ടാകുന്ന ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബീറ്റ്സ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, BEAT ആണ്, ബാറ്റ്സ് അല്ല, സോറി, BEATS, ബീറ്റ്സ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ നമ്പർ ഓഫ് ബീറ്റ്സ് ഹേർഡ് പെർ സെക്കൻഡ്, അല്ലെ, ഒരു സെക്കൻഡിൽ കേൾക്കാൻ പറ്റുന്ന അത്രയും ബീറ്റ്സ് ആണ്, അതിനെയാണ് നമ്മൾ ബീറ്റ്സ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ബീറ്റ്സ് എന്ന് പറഞ്ഞ് പഠിക്കാനുള്ളത്. അതിന്റെ കുറച്ച് ടെർമിനോളജിയും അതിന്റെ ഒന്ന് രണ്ട് ഇക്വേഷൻസും ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ റിയൽ ടൈമിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ് ഈ ഒരു ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡോപ്ലർ എഫക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അറിഞ്ഞും അറിയാണ്ടും നമ്മളത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഡോപ്ലർ എഫക്റ്റ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഏതൊരു സൗണ്ടിന്റെയും ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഓക്കെ, ആ ഒരു മൂവിങ് സോഴ്സിന് അല്ലെങ്കിൽ ഒരു ഒബ്സർവറിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു സോഴ്സിൽ നിന്നും വരുന്ന അല്ലെങ്കിൽ ആ ഒരു സോഴ്സിൽ നിന്നും കിട്ടുന്ന ആ ഒരു വേവിന്റെ ഫ്രീക്വൻസീസിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഇതിന്റെ ഒരു ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ആണ്. ഓക്കെ, ഇൻ ഫ്രീക്വൻസി ഓഫ് സൗണ്ട്, എന്ത് വേണമെങ്കിലും ആകാം, സൗണ്ടിന്റെ ഫ്രീക്വൻസി ആകാം, അല്ലെങ്കിൽ ലൈറ്റ്, അതല്ലെങ്കിൽ വേറൊരു വേവ്സ്, ഏതൊരു വേവ്സിന്റെയും ആ സോഴ്സിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വേവിന്റെ ഫ്രീക്വൻസിയിൽ എയ്തർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ആകാം. പക്ഷെ അത് എന്തായിരിക്കും, ആ ഒബ്സർവർ എന്ന് പറയുന്നത് പരസ്പരം, അതായത് ഒന്നില്ലെങ്കിൽ മൂവിങ് ടുവേർഡ്സ് ദ സോഴ്സ്, അതല്ലെങ്കിൽ അവേ ഫ്രം ദ സോഴ്സ് ആയിരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ എനിക്കൊരു സോഴ്സ് ഉണ്ട്. ഓക്കെ, ഇതാണ് എന്റെ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ഒബ്സർവർ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒബ്സർവർ ഞാൻ ഈ ഒരു ടുവേർഡ്സ് സോഴ്സിലേക്ക് വരുമ്പോഴും നമുക്ക് ഫ്രീക്വൻസിയിൽ ചേഞ്ചസ് ഉണ്ടാകും ആ വേവിന്റെ. അതേസമയം ഇപ്പൊ ഈ ഒബ്സർവർ എന്ന് പറയുന്നത് എവേ ഫ്രം ദ സോഴ്സ് ആണെങ്കിലും നമുക്ക് എന്താണ്, ഈ പറയുന്ന വേവിന്റെ ആ ഒരു ഫ്രീക്വൻസിയിൽ നമുക്ക് ചേഞ്ചസ് വരും. ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ആ സോഴ്സ് വേവ് എന്ന് പറയുന്നത് മൂവിങ് വിത്ത് റെസ്പെക്ട് ടു ഒബ്സർവർ, ഒബ്സർവറിനനുസരിച്ച് ഈ ഒരു സോഴ്സ് എന്ന് പറയുന്നത് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന് നമുക്ക് ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ നമുക്ക് ഇത് പറയാം. നോക്കൂ, ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദി എഫക്ട് പ്രൊഡ്യൂസ്ഡ് ബൈ എ മൂവിംഗ് സോഴ്സ് ഓഫ് വേവ്സ്. ഒരു മൂവിംഗ് സോഴ്സ് ഓഫ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ്, ഇൻ വിച്ച് there is an apparent upward shift in the frequency for observers. ഒരു apparent upward shift ആണ് ഉണ്ടാകുന്നത്, അതായത് ഒരു ഇൻക്രീസിംഗ് ആണ് ഉണ്ടാകുന്നത് ആ ഒരു ഒബ്സർവറിന്. അതെന്ന് പറയുന്നത് എങ്ങനെയാണ്, സോഴ്സിലേക്ക് അപ്രോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സോഴ്സിൽ നിന്നും എവേ പോകുന്നവർക്ക് എന്തായിരിക്കും, ഒരു അപ്പാരന്റ് ഡൗൺവേർഡ് ഷിഫ്റ്റ് ഇൻ ഫ്രീക്വൻസി ആയിരിക്കും ഉണ്ടാകുന്നത്. അല്ലെ, ഒരു സോഴ്സ് ഉണ്ട്, ആ സോഴ്സിലേക്ക് ഒരാൾ ഒബ്സർവർ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു അപ്പാരന്റ് അപ്വേർഡ് ഷിഫ്റ്റ് ആയിരിക്കും ഫ്രീക്വൻസി, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. അതല്ല, ഇപ്പൊ ആ ഒരു സോഴ്സിൽ നിന്നും മൂവ് ചെയ്ത് ബാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അവേ ഫ്രം ദി സോഴ്സ് ആണെങ്കിൽ ആ ഒരു ഫ്രീക്വൻസിയിൽ നമുക്ക് അയാളിൽ എന്താ, ഒബ്സർവറിൽ എങ്ങനെയായിരിക്കും, റെഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. അല്ലെ, ഇതിനെയാണ് നമുക്ക് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഏത് ടൈപ്പ് ഓഫ് വേവിൽ വേണമെങ്കിലും ആകാം, വാട്ടർ വേവ്, സൗണ്ട് വേവ്, ലൈറ്റ് വേവ്, അങ്ങനെ ഏത് വേവിൽ വേണമെങ്കിലും ആകാം. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് ഇപ്പൊ എനിക്ക് ഇവിടെ ഒരു ഇപ്പൊ ഞാൻ ഇവിടെയാണ് സ്റ്റാൻഡ്, നമ്മൾ ഒരാൾ ഇവിടെ സ്റ്റാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു മാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മാൻ എന്ന് പറയുന്നത് എന്ത് ചെയ്തിരിക്കുകയാണ്, ഇവിടെ എനിക്കൊരു സോഴ്സ് ഉണ്ട്. ഓക്കെ, ഒരു മൈക്ക്, ഓക്കെ, ഒരു മൈക്ക് ഞാൻ ഇവിടെ സ്പീക്കർ പോലെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ മാൻ എന്ത് ചെയ്തു, വാക്ക് ചെയ്തിട്ട് ഈ ഒരു മൂവിങ് ടുവേർഡ്സ് ദി സോഴ്സിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ മൈക്കിന്റെ അടുത്തേക്ക് പോകും തോറും ഇയാൾക്ക് ഈ സൗണ്ട് കേൾക്കുന്നതിന്റെ ആ ഒരു ഇന്റൻസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. അല്ലെ, ഇവിടെ നിൽക്കുമ്പോൾ ഒരു കുറഞ്ഞ രീതിയിലായിരിക്കും, പക്ഷെ മൂവിങ് ടുവേർഡ്സ് ദി മൈക്ക് ആണെങ്കിൽ എന്താണ്, എന്ത് ചെയ്യും, ഈ സോഴ്സിന്റെ അടുത്തേക്ക് പോകും തോറും നമുക്ക് ആ കേൾക്കുന്നതിന്റെ സൗണ്ട് ഇന്റൻസിറ്റി കൂടിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഇദ്ദേഹം ഇത് ക്രോസ് ചെയ്തിട്ട് away from the സോഴ്സിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതായത് ഈ ഒരു ഡയറക്ഷനിൽ മൂവിങ് നടക്കുമ്പോൾ ആദ്യം അടുത്തേക്ക് വന്നു, ദെൻ ഇവിടുന്ന് away from the സോഴ്സ് ആണ്, അല്ലെ, സോഴ്സിൽ നിന്ന് മാറിക്കൊണ്ട് പോവുകയാണ്. അപ്പൊ എന്താകും, ഈ ഫ്രീക്വൻസിയുടെ ഇന്റൻസിറ്റി അതെന്താവും, റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് നമുക്ക് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കേസസിൽ നമുക്ക് രണ്ട് കേസസ് വരും. ഒന്ന്, ഒബ്സർവർ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുകയും സോഴ്സ് മൂവ് ചെയ്യുന്ന രീതിയിലാകാം, അതല്ലെങ്കിൽ സോഴ്സ് ഫിക്സ്ഡും ഒബ്സർവർ എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്ന രീതിയിലും ആകാം. എങ്ങനെ രണ്ട് എഫക്ട് നമുക്ക് രണ്ട് കേസസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നോക്കൂ, ഇവിടെ എനിക്കൊരു കാറ്, ഓക്കെ, എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞിട്ട് ഒരാളും ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് വാക്ക് ചെയ്യാണ്. ഈ ഒരു വണ്ടി നമുക്ക് ഇവിടുന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആ ഒരു എഞ്ചിന്റെ ആ ഒരു സൗണ്ട് ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഏത് പേഴ്സൺ ആയിരിക്കും ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഏത് പേഴ്സൺ ആയിരിക്കും, എ എന്ന പേഴ്സണിലായിരിക്കും. ഓക്കെ, കാരണം ഈ പറയുന്ന എ എന്ന പേഴ്സണിലേക്ക് ഈ സോഴ്സ് മൂവ് അടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്, അല്ലെ, അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബിയിൽ നിന്നും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബി എന്ന് പറയുന്നത് അടുത്തേക്ക് വരുന്നുണ്ട്, പക്ഷേ ഈ വണ്ടി എന്താണ്, കാർ എന്ന് പറയുന്നത് എവേ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ, ഈ ഒരു ബി എന്ന് പറഞ്ഞ പേഴ്സണിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് റെഡ്യൂസ് ആവുകയും, പക്ഷേ ഈ പേഴ്സണിലേക്ക് അടുത്തേക്ക് വരും തോറും എന്താണ്, ഇവിടെ ഉണ്ടാകുന്ന ഫ്രീക്വൻസി കൂടുകയാണ്. അപ്പൊ കൂടുതലായിട്ട് എഞ്ചിന്റെ ഇതൊക്കെ അറിയുന്നത് ആർക്കാണ്, ഈ എ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേഴ്സൺ ആണ്. ഓക്കെ, ഇതാണ് ഒരു മെയിൻ എക്സാമ്പിൾ ആയിട്ട്. അപ്പൊ നമുക്ക് അപ്പാരന്റ് ഫ്രീക്വൻസിയുടെ ആ ഒരു സൗണ്ടിന്റെ അപ്പാരന്റ് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഡിറൈവ് ചെയ്യാൻ പറ്റും പല കേസസുകൾ വെച്ചിട്ട്. അപ്പൊ അതിന് നമ്മൾ ചില അസംഷൻസ് എടുക്കാനുണ്ട്. ഫസ്റ്റ് നോക്കുന്നത് എന്താണ്, ദ വെലോസിറ്റി ഓഫ് സോഴ്സ് ആൻഡ് ദ ഒബ്സർവർ ഈസ് ലെസ് ദാൻ ദ വെലോസിറ്റി ഓഫ് സൗണ്ട്. ആ സോഴ്സിന്റെയും ഒബ്സർവറുടെയും വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സൗണ്ടിന്റെ വെലോസിറ്റിനേക്കാൾ ലെസ് ദാൻ ആയിരിക്കണം. അതേപോലെ തന്നെ സൗണ്ട് വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് എപ്പോഴായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. ഈ രണ്ട് കേസസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് അസ്യൂം ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഡെറിവേഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
ആദ്യം നമുക്ക് അതിന് കുറച്ച് സ്പെഷ്യൽ നൊട്ടേഷൻസ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് അതിൽ വരുന്ന നൊട്ടേഷൻസ് നോക്കുകയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് ആക്ച്വൽ ഫ്രീക്വൻസി ആണ്. ദെൻ എഫ് ഡാഷ് എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആണ്. അപ്പൊ ഈ എഫിന് പകരം നമുക്ക് ചില വേറൊരു ഇതിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ഇക്വേഷൻ ഫുൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ ദെൻ ലാംഡ എന്ന് പറയുന്നത് ആക്ച്വൽ വേവ് ലെങ്ത്തും ലാംഡ ഡാഷ് എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് വേവ് ലെങ്ത്തും ആണ്. ദെൻ v is the velocity of sound. vs എന്ന് പറയുന്നത് സോഴ്സിന്റെ വെലോസിറ്റി ആണ്. v0 എന്ന് പറയുന്നത് എന്താണ്? ഒബ്സർവറിന്റെ വെലോസിറ്റി ആണ്. അപ്പൊ ഇത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഇതിൽ നിന്നാണ് നമുക്ക് എക്സ്പ്രഷൻസ് വരുന്നത്. നമ്മൾ പറഞ്ഞു രണ്ട് കേസസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ കേസ് എന്താണ്? സോഴ്സ് ഇൻ മോഷൻ, ഒബ്സർവർ അറ്റ് റെസ്റ്റ് ആൻഡ് മീഡിയം അറ്റ് റെസ്റ്റ്. അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് സോഴ്സ് ആണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒബ്സർവറും മീഡിയം ഒക്കെ നമുക്കൊരു സ്റ്റേഷനറി പൊസിഷൻ അല്ലെങ്കിൽ ഒരു റെസ്റ്റിലാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ആ ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിന്റെ ടുവേർഡ്സ് ആയിട്ടാണ് ഈ പറയുന്ന സോഴ്സ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വരുന്ന അപ്പാരന്റ് ഫ്രീക്വൻസി ദാറ്റ് ഈസ് എഫ് ഡാഷിനുള്ള ഇക്വേഷൻ എന്താ വരുന്നത്? എഫ് ഇൻറ്റു വി മൈനസ് വി ബൈ വി മൈനസ് വി എസ് ആണ്. അതായത് അപ്പാരന്റ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ആക്ച്വൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആക്ച്വൽ ഫ്രീക്വൻസി ഇൻറ്റു വി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ഓഫ് വേവ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ഡിവൈഡഡ് ബൈ വെലോസിറ്റി മൈനസ് സോഴ്സിന്റെ വെലോസിറ്റി ആണ്. അപ്പൊ അതിന്റെ വേവ് ലെങ്ത് ലാംഡ ഡാഷ് ഇസ് ഈക്വൽ ടു വി മൈനസ് വി എസ് ബൈ എഫ് ആണ്. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും വരുന്നത്? ആ ഒരു സോഴ്സ് ഓഫ് സൗണ്ട് നമ്മുടെ ഒബ്സർവറിലേക്ക് റീച്ച് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പാരന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ട്രൂ ഫ്രീക്വൻസിനേക്കാൾ ഹയർ ആയിരിക്കും. കാരണം നമുക്ക് ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത് അല്ലെ. അതിന്റെ ട്രൂ ഫ്രീക്വൻസി ഇൻറ്റു ഒരു സംതിങ് പാരാമീറ്റർ കൊണ്ടാണ്. അപ്പൊ നമുക്ക് അപ്പാരന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അതായത് ആ ഒരു ഒബ്സർവറിന്റെ അടുത്തേക്ക് പോകും തോറും നമുക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻക്രീസ് ആകും. അതാണ് നമ്മൾ തൊട്ട് മുമ്പേ ആ ഒരു എക്സാമ്പിളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് സോഴ്സ് എന്ന് പറയുന്നത് എവേ ഫ്രം ദ സ്റ്റേഷനറി ഒബ്സർവർ ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും? എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി ബൈ വി പ്ലസ് വി എസ്. അതേപോലെ തന്നെ ലാംഡ ഡാഷ് ഇസ് ഈക്വൽ ടു വി പ്ലസ് വി എസ് ബൈ എഫ് ആണ് വരുന്നത്. അപ്പൊ സോഴ്സ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ എന്താണ്? അപ്പാരന്റ് ഫ്രീക്വൻസി എഫ് ഡാഷ് എന്ന് പറയുന്നത് നോർമൽ ട്രൂ ഫ്രീക്വൻസിനേക്കാൾ ലെസ് ദാൻ ആയിരിക്കും. കാരണം വി പ്ലസ് വി എസ് എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു വാല്യൂ ആയിട്ടാണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ മൾട്ടിപ്ലിക്കേഷനിലെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ അപ്പാരന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി അടുത്ത രണ്ട് കേസ് നോക്കുന്നത് ഒബ്സർവർ ഇൻ മോഷൻ, സോഴ്സ് അറ്റ് റെസ്റ്റ് ആൻഡ് മീഡിയം അറ്റ് റെസ്റ്റ്. അപ്പൊ ഒബ്സർവർ ആണ് മൂവ് ചെയ്യുന്നത്, സോഴ്സും മീഡിയം എന്താണ്? റെസ്റ്റിലാണ്. ഓക്കെ, അപ്പൊ ഒബ്സർവർ എന്ന് പറയുന്നത് ആ ഒരു സോഴ്സിന്റെ സ്റ്റേഷനറി സോഴ്സിലേക്ക് അടുത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന അപ്പാരന്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താണ്? എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി പ്ലസ് വി സീറോ ബൈ വി. വി സീറോ എന്ന് പറയുന്നത് ഒബ്സർവർ വെലോസിറ്റി ആണ്. അപ്പൊ ഒബ്സർവർ അടുത്തേക്ക് വരുന്നതോറും എന്താണ്? ഫ്രീക്വൻസി ഓഫ് എഫ് ഡാഷ് അല്ലെങ്കിൽ അപ്പാരന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ട്രൂ ഫ്രീക്വൻസിനേക്കാൾ ഗ്രേറ്റർ ദാൻ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സെക്കൻഡ് കേസിൽ എങ്ങനെയായിരിക്കും? ഒബ്സർവർ എന്ന് പറയുന്നത് സോഴ്സിൽ നിന്നും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വി മൈനസ് വി സീറോ ബൈ വി ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? ഒബ്സർവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അപ്പാരന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ട്രൂ വാല്യൂനേക്കാൾ ലെസ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഒരു ഡോപ്ലർ എഫക്ടറിന്റെ ജനറൽ ഇക്വേഷൻ, ഓക്കെ, ജനറൽ ഫോർമുല എന്താണെന്ന് നമുക്ക് നോക്കാം. എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി പ്ലസ് ഓർ മൈനസ് വി സീറോ ബൈ വി പ്ലസ് ഓർ മൈനസ് വി എസ്. വി എന്ന് പറയുന്നത് ആക്ച്വൽ നോർമൽ വെലോസിറ്റി ആണ്, വെലോസിറ്റി ഓഫ് സൗണ്ട് വേവ്. വി സീറോ എന്ന് പറയുന്നത് ഒബ്സർവർ വെലോസിറ്റി, വി എസ് എന്ന് പറയുന്നത് സോഴ്സ് വെലോസിറ്റി, എഫ് ഇസ് ദ ആക്ച്വൽ ഫ്രീക്വൻസി. ഓക്കെ, ഇഫ് മീഡിയം എയർ എന്ന് പറയുന്നത് മൂവ് ചെയ്യാണ്, ആ ഒരു വി എം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്, ആ ഒരു സോഴ്സിന്റെയും ഒബ്സർവറിന്റെയും അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സൗണ്ടിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റീവ് ടു ദ ഒബ്സർവർ ആയിരിക്കും. അതെങ്ങനെയായിരിക്കും നമുക്ക് വരിക? വി പ്ലസ് ഓർ മൈനസ് വി എം ആയിരിക്കും. ഈ നെഗറ്റീവ് സൈൻ എന്ന് പറയുന്നത് വി എം എന്ന് പറയുന്നത് ആ ഒരു സൗണ്ട് വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കുകയാണെങ്കിലാണ് നമുക്ക് നെഗറ്റീവ് വരുന്നത്. അപ്പൊ അങ്ങനെയാവുമ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും? എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി പ്ലസ് ഓർ മൈനസ് വി എം പ്ലസ് ഓർ മൈനസ് വി സീറോ ബൈ വി പ്ലസ് ഓർ മൈനസ് വി എം പ്ലസ് ഓർ മൈനസ് വി എം ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സോഴ്സ് ഓഫ് സൗണ്ടും അതുപോലെ തന്നെ ഒബ്സർവറും രണ്ടും റെസ്റ്റിലാണെങ്കിൽ പ്രത്യേകിച്ച് ഫ്രീക്വൻസിയിൽ നമുക്കൊരു എന്താ പറയുക എഫക്റ്റ് ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നമുക്കൊരു ജനറൽ ഇക്വേഷൻസ് വരുന്നത്. ഇനി ഇപ്പൊ ഒരു ഡോപ്ലർ എഫക്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സോഴ്സും ഒബ്സർവറും നോട്ട് ഇൻ സെയിം ലൈൻ ഓഫ് മോഷനിലല്ല, രണ്ടും ഡിഫറെന്റ് ലൈൻ ഓഫ് മോഷനിലാണെങ്കിൽ നമുക്ക് ഡോപ്ലർ എഫക്റ്റ് എങ്ങനെയായിരിക്കും വരിക എന്ന് നോക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസസിൽ എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു വെലോസിറ്റിയുടെ കോമ്പണന്റും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു ലൈൻ ജോയിനിങ് ഓഫ് ദ സോഴ്സിന്റെയും ഒബ്സർവറിലും വരുന്ന ആ ഒരു കോമ്പണന്റ്, അതായത് ഇവിടെ ഒരു θ1 എന്ന് പറഞ്ഞൊരു കോമ്പണന്റ് വരുന്നുണ്ട്, ഇവിടെ θ2 എന്ന് പറഞ്ഞൊരു കോമ്പണന്റ് വരുന്നുണ്ട്. അതും കൂടി നമ്മുടെ ജനറൽ ഇക്വേഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ എന്ത് വരും? എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു ഇത്രയേ ഉള്ളൂ കേട്ടോ ഇക്വേഷൻ. ഓക്കെ, എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു വി മൈനസ് വി സീറോ കോസ് θ2 ഡിവൈഡഡ് ബൈ വി പ്ലസ് വി എസ് കോസ് θ1 ഇൻറ്റു എഫ്.
ഓക്കെ, ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു കോമ്പണന്റും കൂടി ആഡ് ചെയ്തിട്ട് വരുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇതിൽ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഴ്സ് ആണ്. ഒ എന്ന് പറയുന്നത് ഒബ്സർവർ ആണ്. ഓക്കെ, വി എസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സോഴ്സും V0 എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഒബ്സർവറും ആണ്. അപ്പൊ രണ്ടും രണ്ട് ഡിഫറൻറ്റിലാണ് നിൽക്കുന്നത്, സെയിം ലൈൻ ജോയിന്റിലല്ല നിൽക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ ഈ ഡോപ്ലർ എഫക്റ്റിന്റെ യൂസസ് എവിടെയൊക്കെയാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈറൻസ്, റഡാർ, അസ്ട്രോണമി, മെഡിക്കൽ ഇമേജിംഗ്, ബ്ലഡ് ഫ്ലോ മെഷർമെന്റ്സിൽ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, വൈബ്രേഷൻ മെഷർമെന്റ്, ഡെവലപ്മെന്റൽ ബയോളജി, ഓഡിയോ, വെലോസിറ്റി പ്രൊഫൈൽ മെഷർ, അങ്ങനെ n നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ഈ ഒരു ഡോപ്ലർ എഫക്റ്ററിൽ വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു വെലോസിറ്റി ഓഫ് ദ സോഴ്സ്, ഓക്കെ, ആ സൗണ്ടിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ആൻഡ് ദ ഒബ്സർവർ എന്ന് പറയുന്നത് രണ്ടിന്റെയും വെലോസിറ്റി എന്ന് പറയുന്നത് ഒറിജിനൽ സൗണ്ട് വെലോസിറ്റിനേക്കാൾ വളരെ ലെസ് ദാൻ ആയിരിക്കണം. അതായത് വി എസും V0യും അല്ലെ, അതല്ലേ വി എസ് എന്ന് പറഞ്ഞാലാണ് സോഴ്സ് വെലോസിറ്റി, V0 എന്ന് പറയുന്നത് ഒബ്സർവർ വെലോസിറ്റി ആണ്. ഈ രണ്ട് വെലോസിറ്റി നമ്മുടെ ആക്ച്വൽ വെലോസിറ്റി ഉണ്ടാവില്ലേ ഒരു സൗണ്ട് വേവിന്റെ, അതിനേക്കാൾ റിഡ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കുറഞ്ഞ വാല്യൂ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഡോപ്ലർ എഫക്റ്റ് ആപ്ലിക്കബിൾ ആവുകയുള്ളൂ. അതേപോലെ തന്നെ ബോത്ത് സോഴ്സും ഒബ്സർവറും എന്ന് പറയുന്നത് ഒരു സെയിം സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം മൂവ് ചെയ്യേണ്ടത്. പല ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡോപ്ലർ എഫക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ബീറ്റ്സ് അതുപോലെ തന്നെ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ടോപ്പിക്കുകളെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.